അതുകൊണ്ട് ആശം പറയണേ ഇനി അടുത്ത വീഡിയോ തൊട്ട് ഞാൻ ഫ്രണ്ടിൽ നിൽക്കാം, നീ പുറകെ നിന്നാൽ മതി. ഐലൻഡ് കിച്ചനെ പറ്റിയാണ്, ഓപ്പൺ കിച്ചണിനെ പറ്റിയാണ്. ഞാൻ ഓസ്ട്രേലിയയിൽ ഞങ്ങൾ വന്ന പിന്നെയാണ് അത് കേട്ടില്ലാതെ വിചാരിച്ചാൽ മതി, കേൾക്കാത്ത പോലെന്നോ കുറച്ച് പോകുമ്പോഴൂ. ഇത്രയും ക്ലിയർ ഒന്നുമല്ല ഞങ്ങളുടെ സ്കിന്ന്. ക്ലീൻ കുക്കിംഗ് ആണ് നടത്തുന്നത്. ഇതാണ് നമ്മുടെ കുഞ്ഞ് ഡെസേർട്ട്. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വലിയ ആർഭാട വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് ഒരു കുക്കിംഗ് വ്ളോഗാണ്. ഞാനങ്ങനെ റെസിപ്പി ആയിട്ടൊന്നും കാണിക്കുന്നില്ല. പക്ഷേ കാര്യം ഇതാണ്, ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. ഫ്രണ്ടും ഫാമിലിയും ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഡിന്നറിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ വെച്ചൊന്ന് വ്ളോഗ് ചെയ്തേക്കാന്ന്. എന്താ കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല, എന്നാലും ഞാൻ കുറച്ച് പ്ലാൻ ചെയ്തിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അധികം സമയം എടുക്കാറില്ല, എത്ര ഡിഷാണെങ്കിലും അധികം സമയം എടുക്കാറില്ല. ഒരുമിച്ച് 2 കറികൾ ഒരുമിച്ച് ഉണ്ടാക്കുക, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്. ഇന്ന് അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, കാരണം ഇന്ന് അധികം സാധനമൊന്നും അധികം കുക്ക് ചെയ്യാനൊന്നുമില്ല. പക്ഷേ എന്നാലും ഞാൻ വിചാരിച്ചങ്ങ് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും, ഒരു ചിക്കൻ കറി ഉണ്ടാക്കും, പിന്നെ ഒരു ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കും. കാരണം ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ ഫാമിലിയാണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് ഇതാണ് വെജിറ്റേറിയനാണ്. അപ്പോൾ പുള്ളിക്കുള്ളൊരു വെജിറ്റേറിയൻ ഡിഷ് ഉണ്ടാക്കണം. അപ്പോൾ ഫ്രൈഡ് റൈസ്, ചിക്കൻ കറി, ഒരു ഗോബി മഞ്ചൂരിയൻ, അത്രേ ഉള്ളൂ. പിന്നെ ഒരു ഡെസേർട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഇപ്പം ഞാൻ ആദ്യം വെച്ചു നമ്മൾ ഡെസേർട്ട് ഉണ്ടാക്കി തുടങ്ങാൻ വിചാരിച്ചു. കാരണം ഡെസേർട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആവാനായിട്ട് ഇച്ചിരി സമയം വേണമല്ലോ. അപ്പോൾ ഞാനത് എടുത്തു. പിന്നെ അന്ന് ഓർത്തപ്പോൾ പ്ലാൻ ചെയ്തപ്പോൾ ഡെസേർട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അതിന് മുന്നേ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ട് ഷാലോ ഫ്രൈ ചെയ്തിട്ട് ഉള്ള ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചിക്കനും കോളിഫ്ലവറും ഇപ്പം മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെസേർട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് വന്ന വട തന്നെ നമുക്കിതെടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്യാനോ എയർ ഫ്രൈ ചെയ്യാനോ ഒക്കെ ആയിട്ട് ഇടാൻ പറ്റും. അപ്പോൾ ഞാൻ വെച്ചു, അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ടൈം പ്ലാൻ ചെയ്ത് കുക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ആദ്യം ഡെസേർട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ ഞാൻ ചുമ്മാ ഇരിക്കണം ഇതൊന്ന് പിടിക്കാനായിട്ട്. അപ്പോൾ ആ 1 മണിക്കൂർ നമുക്കിതും കൂടെ ഒരുമിച്ച് ചെയ്യത്തില്ലേ. അപ്പോൾ ഞാൻ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു വെച്ചു. ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നതിന് മുന്നേ, സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇത് ചെയ്തു. അപ്പോൾ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചു. അപ്പോൾ അത് 1 മണിക്കൂർ ഒരു അരമണിക്കൂർ ഇരുന്നോളുമല്ലോ. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, കോളിഫ്ലവർ മുറിച്ചിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇനി ഞാൻ എല്ലാം ഒന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഓടിച്ചോടിച്ചിട്ട് കാണിക്കും. ഡെസേർട്ട് ഉണ്ടാക്കുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അടുത്ത ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഡെസേർട്ട് ട്രൈ ചെയ്യാൻ നല്ലതായിരിക്കും. ഞാൻ സ്ഥിരം ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ കോളിഫ്ലവറെല്ലാം ഇങ്ങനെ അടർത്തി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പെട്ടെന്ന് കാണിക്കാം കേട്ടോ, കാരണം ഇത് റെസിപ്പി ആയിട്ടല്ല ഞാൻ കാണിക്കുന്നത്. ഇച്ചിരി ഉപ്പിടണം, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടേക്കാം. കോളിഫ്ലവർ അല്ലേ, കുറച്ച് മഞ്ഞൾക്കളറിൽ ഇരുന്നോട്ടെ. ഇത് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം വെക്കണം. വെച്ച് കഴിഞ്ഞിട്ട് വറുത്തെടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാൻ കൈ കൊണ്ട് കേട്ടോ മിക്സ് ചെയ്യാറ്, സ്പൂണൊന്നും വെച്ചിട്ട് മിക്സ് ചെയ്യാറില്ല. ഇത് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ട് വേണം നമുക്കിത് വറക്കാനായിട്ട്. അപ്പോൾ ഇത് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഡെസേർട്ട് ഉണ്ടാക്കി തുടങ്ങാം. ഇതിപ്പോൾ നമ്മുടെ ബിസ്കോഫ് ബിസ്ക്കറ്റാണേ, ഇത് ബിസ്കോഫ് ബിസ്ക്കറ്റ്. അപ്പോൾ ഇത് കുറച്ച് ബിസ്ക്കറ്റ് ഞാൻ ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഒരു സിപ്പ് ലോക്കിലിട്ടിട്ട്, ഇത് നമ്മുടെ ഡെസേർട്ടിന് വേണ്ടിയിട്ട് ആ കാര്യം പറഞ്ഞില്ല അതല്ലേ, ഇട്ടിട്ട് ഞാൻ ഈ നമ്മുടെ റോളിംഗ് പിന്ന് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇതിനെ പൊടിക്കും. മിക്സിയിലിട്ട് പൊടിച്ചാലും മതി, പക്ഷേ എനിക്ക് മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ അത്രയും ഫൈൻ ആവണ്ട, ഈ ഒരു കൺസിസ്റ്റൻസി മതി. മിക്സിയിലാവുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് പൊടിയായി പോകും. എനിക്ക് അത്രയും വേണ്ട, ഇത് ഇച്ചിരി ഈ ഒരു പരുവത്തിൽ. നിങ്ങൾക്ക് എത്രയൊന്നും മനസ്സിലാവില്ല, പക്ഷേ ഇതിനകത്ത് കാണത്തില്ലല്ലോ അല്ലേ. എന്തായാലും അത് അങ്ങ് മനസ്സിലാക്കുക. അപ്പോൾ അത് മതി, ആ ഒരു കൺസിസ്റ്റൻസി മതി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ റോളിംഗ് പിൻ വെച്ചിട്ട് റോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡെസേർട്ടിനൊരു 3 ലെയറുണ്ട്. അതിനകത്ത് ഫസ്റ്റ് ലെയറാണിത്, അത് സെറ്റായി. അപ്പോൾ ഇനി മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമ്മുടെ ഡെസേർട്ടിൻ്റെ 2ാമത്തെ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെസേർട്ടിൻ്റെ പേരെന്താണെന്നൊക്കെ ഞാൻ അവസാനം പറയാം. അപ്പം നിങ്ങൾക്ക് ആദ്യം കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഡെസേർട്ടിൻ്റെ 2ാമത്തെ അല്ല, ഇത് 3ാമത്തെ ലെയറാണേ. 3ാമത്തെ ലെയറിൽ നമുക്ക്
കുറച്ച് മാംഗോയും വേണം. മാംഗോ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു മിക്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ഓസ്ട്രേലിയയിൽ മാംഗോ കിട്ടും. ഇപ്പോൾ മാംഗോ സീസൺ ആയി വരുന്നതേ ഉള്ളൂ. കാരണം ഇവിടെ ചൂടുകാലം നവംബർ തൊട്ടാണ്. കോഫി അപ്പോൾ കോഫിക്ക് പിന്നെ തരാം കേട്ടോ, പിന്നെ തരാം. പൊക്കോ. അപ്പോൾ ഇവിടുത്തെ മാംഗോ കിട്ടിയാൽ തന്നെ നമ്മുടെ നാട്ടിലുള്ള പോലെ അത്രയും നല്ല മധുരമുള്ള മാങ്ങയൊന്നും അല്ല ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രോസൺ മാംഗോയാണ് മേടിക്കുന്നത്. ഇത് പിന്നെ ഇച്ചിരി കൂടെ മധുരമുണ്ട്. പിന്നെ നമ്മുടെ ഭാഗ്യത്തിനൊക്കെ ചിലപ്പോൾ നല്ല മാങ്ങ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ഏഷ്യൻ സ്റ്റോറിൽ ഇന്ത്യൻ സ്റ്റോറിലൊക്കെ പോയാൽ ചിലപ്പോൾ കിട്ടും. പക്ഷെ അത് മാർക്കറ്റിലൊക്കെ പോയാൽ കിട്ടും. പക്ഷെ അത് എപ്പോഴും അതിൻ്റെ സക്സസ് റേറ്റ് ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ഇങ്ങനത്തെ പ്രത്യേകിച്ച് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ അങ്ങനെ അധികം റിസ്ക് എടുക്കാറില്ല. ഞാൻ ഇങ്ങനത്തെ ഫ്രോസൺ മേടിക്കും. ഇത് ഞാൻ വൂളീസിന് മേടിച്ചത്. വൂളീസിൻ്റെ തന്നെ ബ്രാൻഡുണ്ട്, പിന്നെ ഇതുണ്ട്. അപ്പോൾ ഞാൻ ഇതാണ് ഇപ്പോൾ എടുക്കാറ് കുറച്ച് കാലമായിട്ട്. അപ്പോൾ ഇത് കണ്ടോ, മാംഗോ ചങ്ക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ഉരുക്കി ഉടച്ചെടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ സോസ് പാനിൽ ഇച്ചിരി വെള്ളം, ചെറുതായിട്ട് കുറച്ച് വെള്ളം ഇട്ടിട്ട് ഇതും കൂടി ഇട്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒന്ന് ഇതാക്കാൻ വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് സോഫ്റ്റ് ആവും. എന്നിട്ട് മിക്സിയിലിട്ട് ഒറ്റയടി ഇരിക്കും. മൈക്രോവേവ് ചെയ്താൽ മതിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോവേവ് ഇത്രയും ജ്യൂസി പൾപ്പി ആവില്ല. അതിൻ്റെ ഇടയ്ക്ക് കോഫി ഇവിടെ വന്നിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മാങ്ങ എടുത്ത് ഇതിനകത്തിടാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ മാങ്ങ ഇട്ടല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ലെയറാണ് ഇപ്പോൾ ഉണ്ടാക്കേണ്ടത്. പക്ഷേ ഞാനിതിപ്പോൾ ഈ തേർഡ് ലെയർ ഇപ്പോൾ ഉണ്ടാക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 15 മിനിറ്റ് നേരം എടുക്കും ഒന്ന് ഒരുക്കി വരാനായിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് സെക്കൻഡ് ലെയറിൻ്റെ ഒരു കോക്കനട്ട് ക്രീം നമുക്ക് വിപ്പ് ചെയ്തെടുക്കേണ്ടത്. ആ പരിപാടി ചെയ്യാം. അപ്പോൾ നമുക്ക് രണ്ടും പാരലലി നമുക്ക് ടൈം വേസ്റ്റ് ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞ പ്ലാനിങ്ങിൽ ഈ കാര്യങ്ങൾ നമ്മൾ ഓരോ സ്റ്റെപ്പിലും ടൈം ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ ടൈം യൂട്ടിലൈസേഷൻ നമ്മൾ നോക്കണം. അയ്യോ, നിങ്ങളത് കേട്ടില്ലാതെ വിചാരിച്ചാൽ മതി. കേൾക്കാത്ത പോലെ നിന്നോ, കുറച്ച് പൊക്കോളൂ. അതെ, കുറച്ച് പേരുണ്ടല്ലോ അശ്വിൻ്റെ അടുത്ത് വീഡിയോ എടുത്ത് തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ എന്നിട്ട് അശ്വിൻ ഇതെടുത്തിട്ട് ആദ്യം സെൽഫി ചെയ്യാൻ പറ്റപ്പോൾ ഹായ് കൊള്ളൂര്, എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു ഈ ക്യാമറയിൽ നമ്മളെ കുറച്ച് ബ്യൂട്ടിഫൈ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ ഇച്ചിരി നന്നായിട്ടത് ലെവലാക്കി എടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഞങ്ങളെ രണ്ടുപേരെയും കാണാൻ ഇങ്ങനെയൊന്നും അല്ല ശരിക്കും ഞങ്ങൾ നേരിട്ട് കാണാനായിട്ട്. ഭയങ്കര വൃത്തിയോടൊന്നും അല്ല എന്നാലും, പക്ഷെ ഇത്രയും ക്ലിയർ ഒന്നുമല്ല ഞങ്ങളുടെ സ്കിന്ന്. പക്ഷെ ഇതിനകത്ത് കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അശ്വിൻ പറയണേ ഇനി അടുത്ത വീഡിയോ തൊട്ട് ഞാൻ ഫ്രണ്ടിൽ നിൽക്കാം, നീ പുറകിൽ നിന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ്. കോക്കനട്ട് ക്രീം ഞാൻ മേടിച്ചിട്ടുണ്ട് ടിന്നിൽ. കോക്കനട്ട് ക്രീം ഒന്ന് നമുക്ക് വിപ്പ് ചെയ്തെടുക്കണം. അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. ഈ കോക്കനട്ട് ക്രീം നമുക്ക് നാട്ടിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, നമ്മൾ കോക്കനട്ട് മിൽക്ക് തന്നെ എടുത്തിട്ട് വിപ്പ് ചെയ്തെടുത്താൽ മതി. പക്ഷേ ഇച്ചിരി കൂടുതൽ നേരം വിപ്പ് ചെയ്യേണ്ടി വരും, അതൊന്ന് കട്ടിയായി വരാനായിട്ട്. പിന്നെ ഇച്ചിരി നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഒന്ന് ആക്കേണ്ടി വരും. ഇത് പിന്നെ കോക്കനട്ട് ക്രീമായിട്ട് ഇങ്ങനെ മേടിക്കാൻ കിട്ടുന്നതുകൊണ്ട് എളുപ്പമാണ്. അപ്പോൾ ഞാൻ അതാണ് മേടിച്ചത്. അപ്പോൾ നമുക്കത് വിപ്പ് ചെയ്തെടുക്കാം. ടിന്നിലായതുകൊണ്ട് ക്യാൻ ഓപ്പണർ വെച്ച് ഒന്ന് തുറക്കണം. നല്ല തിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധികം വിപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അടുത്തത് നമ്മളിതിന് വിപ്പ് ചെയ്തില്ല കേട്ടോ, കാരണം വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള സാധനം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അധികം വിപ്പ് ചെയ്തില്ല, അധികമല്ല ഒട്ടും വിപ്പ് ചെയ്തില്ല. പിന്നെ ഇച്ചിരി കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുണ്ട്. കണ്ടൻസ് മിൽക്ക് എന്നിട്ട് മധുരത്തിന് വേണ്ടി ഇച്ചിരി അത് ആഡ് ചെയ്യണം. ഒരുപാട് ആഡ് ചെയ്യരുത്, കാരണം അപ്പോൾ ഭയങ്കര മധുരമായിപ്പോൾ. ഈ ഡെസേർട്ടുകളിലെല്ലാം ഞാൻ മനസ്സിലാക്കിയത് ഒത്തിരി മധുരം ഇടുന്നതിലുള്ള കാര്യം ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നതിനകത്ത് അതൊരു കോക്കനട്ട് മാംഗോ പാഷൻ ഫ്രൂട്ട് ഡിസേർട്ടാണ്. അപ്പോൾ മാംഗോയുടെയും പാഷൻ ഫ്രൂട്ടിൻ്റെ ഇച്ചിരി പുളിയും കൂടെ ഉണ്ടാവും. അപ്പോൾ ഇത് ഒരുപാട് മധുരം ആയി കഴിഞ്ഞാൽ മറ്റേതങ്ങ് മാസ്കായി പോകും. അപ്പോൾ ആ ഒരു ബാലൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇച്ചിരി കണ്ടൻസ് മിൽക്ക് ഒഴിക്കുക, ചെറിയ മധുരം മതി. കണ്ടൻസ് മിൽക്ക് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ഇടാം. പക്ഷെ പഞ്ചസാര ആണെങ്കിൽ നമ്മൾ ബീറ്റ് ചെയ്ത് അത് ഇങ്ങനെ തരിയായിട്ട് നമുക്ക് കടിക്കാൻ കിട്ടരുത്, അങ്ങനത്തെ ഒരു സ്റ്റേറ്റിലാക്കണം. അപ്പോൾ അതിൽ എളുപ്പം കണ്ടൻസ് മിൽക്ക് ആയിരിക്കും. കുറച്ചും കൂടെ ഇതിനോട് ടേസ്റ്റ് വൈസും ഇച്ചിരി ചേർന്ന് പോകുന്നത് കണ്ടൻസ് മിൽക്ക് ആയിരിക്കും. ഞാൻ ഇച്ചിരി ഇട്ടിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ കണ്ടൻസ് മിൽക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. സ്പൂൺ വെച്ച് നമുക്ക് സ്പൂണോ സ്പാച്ചുലോ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, മധുരം കൂടിപ്പോയോ കുറവുണ്ടോ എന്നൊന്ന് നോക്കണം. പിന്നെ ഇതിപ്പോൾ ഞാൻ കോക്കനട്ട് ക്രീം എടുത്തേക്കുന്നത്. കോക്കനട്ട് മിൽക്കോ കോക്കനട്ട് ക്രീമോ എടുക്കാം. ഇതല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ വിപ്പ് ക്രീം ഇല്ലേ, വിപ്പ് ക്രീം ആണെങ്കിലും നല്ലതാണ്. ഇത് ഒരു സമയത്ത് അശ്വിൻ വീഗനായിരുന്നു.
ഒരു 3-4 മാസം ശേഷം വീഗനിസത്തിലോട്ട് പോയായിരുന്നു. അപ്പോൾ അന്നേരം ഞാൻ തപ്പിയെടുത്ത ഒരു ഡെസേർട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വിപ്പ് ക്രീമിന് പകരം കോക്കനട്ട് ക്രീം ആഡ് ചെയ്തത്. പക്ഷെ ഭയങ്കര നല്ലതായിരുന്നു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് വീഗനുമാണ്. ഇപ്പോൾ വീഗനായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇതിനകത്ത് വേറെ അല്ലാണ്ടുള്ള ആനിമൽ പ്രൊഡക്ട്സ് ഒന്നും വരുന്നില്ല. വിപ്പ് ക്രീം ആണെങ്കിൽ പിന്നെ അത് ആനിമൽ പ്രൊഡക്റ്റ് ആണല്ലോ. അപ്പോൾ ഈ കോക്കനട്ട് ക്രീമിന് വരെ നിങ്ങൾക്ക് വിപ്പ് ക്രീമും യൂസ് ചെയ്യാം കേട്ടോ. രണ്ടും ഏകദേശം നല്ല. പക്ഷേ എനിക്ക് ഈ കോക്കനട്ട് ക്രീമിൻ്റെയും കോക്കനട്ട് മിൽക്കിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് ആണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. ഇതൊരു നല്ലൊരു ട്രോപ്പിക്കൽ ഡെസേർട്ടും കൂടെയാണ്. അപ്പോൾ നമ്മൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ അസംബിൾ ചെയ്യാം. ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്, പാഷൻ ഫ്രൂട്ടിന് അത് കാണിച്ചു തരാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ അസംബിൾ ചെയ്യാം. എന്നിട്ട് ഇത് ഇച്ചിരി നേരം നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം. അപ്പോഴത്തേനും അതൊന്ന് ഒരു 15 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേനും അതൊന്ന് സെറ്റായി കിട്ടും. അപ്പോൾ നമ്മൾ കോക്കനട്ട് ക്രീം നമ്മൾ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എന്നിട്ട് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് നമ്മൾ ചൂടാക്കിയ ഒരു മാംഗോ ഇല്ലേ, ഫ്രോസൺ മാംഗോ, ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ച് പൾപ്പാക്കി എടുക്കാം. നമുക്ക് പൾപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനിയാണ് അടുത്ത സ്റ്റെപ്പ്. നമുക്ക് മാംഗോ പൾപ്പാക്കി വെച്ചല്ലോ. അപ്പോൾ അതിലോട്ട് ഇച്ചിരി പാഷൻ ഫ്രൂട്ട് മിക്സ് ചെയ്യണം. പാഷൻ ഫ്രൂട്ട് എപ്പോഴും ഞാൻ ഫ്രഷാണ് മേടിക്കാറ്. ഇന്നിപ്പോൾ ചെന്നപ്പോൾ ഫ്രഷ് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്യാൻഡ് മേടിച്ചു. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഫ്രഷാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്തോട്ട് മാംഗോയുടെ പൾപ്പിലോട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മധുരം ഉണ്ടോ നോക്കേ? കുഴപ്പമില്ല, മാങ്ങയ്ക്ക് അത്യാവശ്യം മധുരമുണ്ട്. പിന്നെ പക്ഷെ പുളി ഇച്ചിരി കയറി നിൽക്കണം. ഇതങ്ങനെയാണ്, ഇച്ചിരി പുളിയാട്ടോ കയറി നിൽക്കുന്നത്. എന്നാലേ ഉള്ളൂ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് കോക്കനട്ട് മിൽക്കിനകത്ത് നമ്മൾ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ മധുരവും ഇതിൻ്റെ പുളിയും കൂടെ ആകുമ്പോഴാണ് അത് ബാലൻസ് ആവുന്നത്. ഇതും മധുരം ആണെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. നമ്മുടെ ഡെസേർട്ടിനുള്ള എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിൾ ഒരു ഡെസേർട്ടാണ്, പക്ഷെ ഭയങ്കര സിമ്പിൾ ആൻഡ് പവർഫുൾ ഡെസേർട്ടാണ്. അപ്പോൾ ആദ്യത്തെ ലെയർ 3 ലെയറായിട്ടാണ്. ആദ്യത്തെ ലെയർ നമ്മൾ പൊടിച്ച് വെച്ച ഇത് ബിസ്ക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ യൂസ് ചെയ്യണം, ബിസ്കോഫ് തന്നെ യൂസ് ചെയ്യണം, എന്നാലേ അതിൻ്റെ പഞ്ച് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കുറച്ച് ഡിസ്പോസിബിൾ ഡെസേർട്ട് കപ്സ് മേടിച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഫുൾ വലിയ ട്രെയിലായിട്ട് ഉണ്ടാക്കാം. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ആകുമ്പോൾ ഒരുപാട് അങ്ങനെ സെറ്റ് ആവുന്ന സാധനമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സെർവ് ചെയ്യുമ്പോൾ ആ ഒരു ലെയറിങ് ഒക്കെ പോവും, അതങ്ങ് ഫുള്ള് തരിപ്പണമായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ കപ്സിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഗസ്റ്റ് ചെയ്യുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ കപ്സ് അങ്ങ് കൊടുത്താൽ മതി. ഞാൻ ഇങ്ങനത്തെ ഡിസ്പോസിബിൾ ഇതാണ് കപ്സ്, കാണുന്നുണ്ടോ? ക്ലിയർ ആണ്. അപ്പോൾ ഇങ്ങനത്തെ കപ്സ് മേടിച്ച് ഞാൻ കഴുകി വെച്ചാൽ ഇത് കഴിയുമ്പോൾ നമുക്ക് കളയാം നമുക്ക്. അപ്പോൾ ആദ്യത്തെ ലെയർ നമ്മൾ ഒരു ബിസ്കോഫ്, പിന്നെ ചെറിയ കപ്പ എടുത്തേക്കുന്നത്, കാരണം ഡെസേർട്ട് എന്നൊക്കെ പറയുമ്പോൾ മധുരമാണല്ലോ. ഇപ്പോൾ എല്ലാവർക്കും ഒരു ഭക്ഷണം കഴിഞ്ഞിട്ട് ഒരു ഇച്ചിരി കിട്ടാൻ ഉള്ളത് മതി, ഒരു ചെറിയ മധുരം. അപ്പോൾ നമ്മുടെ ബിസ്കോഫിൻ്റെ ഒരു ഫസ്റ്റ് ലെയർ ഇട്ടു. ഇച്ചിരി കൂടിപ്പോയോ കൂടുതൽ ഇത്രയും മതി. അപ്പോൾ ഓക്കെ കേട്ടോ. പിന്നെ അടുത്ത ലെയറാണ് നമ്മുടെ കോക്കനട്ട് ക്രീമിൻ്റെ. അപ്പം അത് നെക്സ്റ്റ് ലെയർ അതാണ്. ഇതിപ്പോൾ ഞാൻ ഒഴിച്ചപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ആയി, നമുക്ക് തുടയ്ക്കാം. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ചെയ്യണം. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ഡെസേർട്ട്. ഇനി പൈപ്പും ടാപ്പൊക്കെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സിംപ്ലിസിറ്റി പോകും. അപ്പോൾ വേണമെങ്കിൽ ഇച്ചിരി കൊണ്ട് ഇടാവേ. ഇനി അടുത്തത് ലാസ്റ്റ് ലെയർ നമ്മുടെ മാംഗോ പാഷൻ ഫ്രൂട്ട് ലെയറാണ്. ഇതാണ് ഇച്ചിരി പുളിയുള്ള ലെയർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇച്ചിരി സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് അടുത്തതിൽ ഇട്ടാൽ മതി, കുഴപ്പമില്ല. നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇച്ചിരി സെറ്റായി കഴിയുമ്പോൾ മുകളിൽ മാംഗോ ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഇത്രയും സൂക്ഷിച്ചിടണേ, രണ്ടും കൂടെ മിക്സ് ആയി പോകരുത്, 2 ലെയറും കൂടെ അങ്ങ് മിക്സ് ആവരുത്. സൂക്ഷിച്ചിടണം. എനിക്ക് സൂക്ഷിച്ചിട്ടിപ്പോൾ ആവുമോ എന്ന് എനിക്കറിയത്തില്ല. യൂഷ്വലി കുറച്ച് നേരം സെറ്റ് ചെയ്യാൻ വെക്കും, ഇന്നിപ്പോൾ സമയമില്ല. അപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട്. എന്നിട്ട് ഒരു കാര്യം കൂടി ചെയ്യണം. 2 കുഞ്ഞ് മാങ്ങയുടെ പീസും കൂടെ മുകളിലോട്ട് വെച്ചേക്കണം, ഒരു ഭംഗിക്ക്. അത് നിങ്ങളിപ്പോൾ വെച്ചില്ലേലും ഇത് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട്
ഗസ്റ്റ് വരാൻ നേരത്ത് ആ 2 കുഞ്ഞു മാങ്ങയുടെ പീസ് വെച്ചാലും മതി. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞ് ഡെസേർട്ട്. ഇത് ഒരാൾക്ക് കഴിക്കാനായിട്ട് വലിയ പാടൊന്നും ഉണ്ടാവില്ല, കുഞ്ഞിതാണ്, കുറച്ചേ ഉള്ളൂ, വലിയ മധുരമുള്ള സാധനമല്ല. പിന്നെ കണ്ടൻസ് മിൽക്ക് നമ്മളങ്ങ് കൈ കഴിഞ്ഞ് ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഡെസേർട്ട്. അങ്ങനെ നമ്മൾ എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്, എല്ലാ കപ്സും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ അങ്ങ് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കുന്നു. അതാണ് വരുന്നത്. അവരും നമ്മളും കൂടെ കൂടിയിട്ട് മൊത്തം 5 പേരുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 5 പേരുടെ ആക്കിയത്. വേണമെങ്കിൽ ബാക്കി കുറച്ചും കൂടെ ബാക്കിയുണ്ട്, അത് വേണമെങ്കിൽ കപ്സിലോട്ടാക്കാം. പക്ഷെ ഞാൻ അതിന് മെനക്കിടുന്നില്ല. അതും ഞാൻ വെറുതെ ഒരു ടിന്നിനകത്താക്കി സെറ്റ് ചെയ്യാൻ വെക്കുകയാണ്. പിന്നെ അത് നമ്മൾ മാത്രം കഴിക്കുന്ന കാര്യമാണല്ലോ, അത് നമ്മൾ കഴിക്കുമെന്ന് അറിയത്തില്ല. മിക്കവാറും അശ്വിൻ ഷുഗർ ഡയറ്റിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അശ്വിൻ കഴിക്കില്ല എന്ന് പറയുന്നു. ഷുഗർ ഫ്രീ ഡയറ്റില്ല, ഷുഗർ ഡയറ്റ്. ഇത്രയും കാലം ഷുഗർ ഡയറ്റ് ആയിരുന്നു, ഇനി ഷുഗർ ഫ്രീ ഡയറ്റ് പുതിയതാണ്, ഫ്രഷ്. അപ്പോൾ അതുകൊണ്ട് ആര് കഴിക്കുമെന്ന് എനിക്കറിയില്ല, എന്നാലും നോക്കാം. പരിപാടി ചിക്കൻ ഫ്രൈ ചെയ്യലാണ്. കാരണം ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ആണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ എയർ ഫ്രയറിലാണ് ഫ്രൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് മിസ്റ്റർ അശ്വിൻ തോമസ്. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ ഇത് ഇങ്ങോട്ട് എടുത്ത് വെച്ചോണ്ട് ഇനി ചിക്കൻ കറിയുടെ ഫുൾ ക്രെഡിറ്റ് അശ്വിൻ എടുത്തുകൊണ്ട് പോകും. ഈ പറയും ചിക്കൻ വറുത്തത് ഞാനാന്ന് പറയും. അതുകൊണ്ടാണ് ചിക്കൻ നന്നായെന്നൊക്കെ പറഞ്ഞു പറയും. 3 വെച്ചാക്കേണ്ടി വരും. പിന്നെ ഞാനിത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കുക. അപ്പം അതിന് മുന്നേ ഓരോ എന്നിട്ട് ഞാൻ ക്ലിംഗ് റാപ്പ് ഇടുന്നുണ്ട് മുകളിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് വെക്കുമ്പോൾ ഓരോ ഇത്രയും കുഞ്ഞ് അടപ്പൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. അപ്പോൾ എല്ലാത്തിനും ഓരോ കുഞ്ഞ് ക്ലിംഗ് റാപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും. ഫ്രിഡ്ജിൽ വേറെ ഏതെങ്കിലും ഫുഡിൻ്റെ മണം നമുക്ക് ഇതിനകത്തൊക്കെ പിടിക്കുകയില്ല. അടുത്ത പരിപാടി ഇപ്പോൾ നമ്മൾ ഡെസേർട്ടൊക്കെ ഉണ്ടാക്കി വെച്ചല്ലോ. അപ്പോൾ ചിക്കൻ വറക്കാൻ വെച്ചു. അപ്പോൾ ആ സമയത്ത് അതവിടെ എയർ ഫ്രയറിലാണ്, വറന്നോളുമല്ലോ. നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ഒന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്യുക. ഡീപ് ഫ്രൈ ചെയ്യുന്നില്ല, ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആദ്യം ഇച്ചിരി ഓയിൽ എടുക്കുക. ഇവിടെ ഞങ്ങൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യും, അവോക്കാഡോ ഓയിലും യൂസ് ചെയ്യും. അപ്പോൾ ഇതിനിപ്പോൾ ഞാൻ അവോക്കാഡോ ഓയിൽ യൂസ് ചെയ്യുന്നത്. കൂടുതലിപ്പോൾ ഞാൻ അവോക്കാഡോ ഓയിലാണ് ഇപ്പോൾ യൂസ് ചെയ്യാറ്. കോക്കനട്ട് ഓയിൽ നമ്മുടെ നാടൻ സാധനങ്ങൾക്കൊക്കെ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. എന്നാലും ഇപ്പോൾ തോരനൊക്കെ ഞാൻ ചിലപ്പോൾ അവോക്കാഡോ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യാറ്. ഈ ഒരു ഓയിലിനുണ്ടല്ലോ ഒരു മണവും ഇല്ല, ഒരു ടേസ്റ്റും ഇല്ല, അങ്ങനെ ഒരു ഓയിലാണ്. കോക്കനട്ട് ഓയിലാണെങ്കിൽ നമുക്കത് വറക്കുമ്പോൾ അതിൻ്റെ മണം വരും, അല്ലെങ്കിൽ ഫുഡിൽ അതിൻ്റെ മണം വരും. എനിക്കിഷ്ടം ആ ഓയിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊരു മണമൊന്നുമില്ല. അപ്പോൾ അത് പ്രത്യേക സ്റ്റഡി വെച്ചിട്ട് അവോക്കാഡോ ഓയിലാണ് നല്ലത് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ കുറച്ച് കാലമായിട്ട് അതിലോട്ട് അങ്ങ് സ്വിച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വറന്ന് വരുന്ന സമയത്ത് നമുക്ക് സവാള അരിയാനുണ്ട്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്, പക്ഷേ അരിഞ്ഞാലേ പറ്റുള്ളൂ. അപ്പോൾ അധികം ക്രൗഡ് ആക്കുന്നില്ല. നമുക്ക് 2 ബാച്ചായിട്ട് ഇത് നമുക്ക് വറുത്തെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഇത് സിലിക്കൺ സ്പാച്ചുലയാണ്, പക്ഷേ ഇത് കുക്ക് ചെയ്യാൻ പറ്റുന്ന സ്പാച്ചുല. ആ ഡിഗ്രി കുക്ക് ചെയ്യുന്ന ഡിഗ്രി വരെ ഇത് റെസിസ്റ്റ് ചെയ്യുന്ന സാധനമാണ്. ഇതിനായിട്ട് മേടിച്ചതാണ്, ഈ ഒരു പാനിന് വേണ്ടിയായിട്ട് മേടിച്ചതാണ്. തടിയിട്ട് ഇളക്കുമ്പോഴാണെങ്കിലും ചില ഫോറിലൊക്കെ വീഴും നമ്മുടെ ഈ പാനിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ചോദിച്ച് തപ്പിയെടുത്ത് മേടിച്ചത്. ഇവിടെ ഉള്ളവരാണെങ്കിൽ ഇത് റോബിൻസ് കിച്ചണിൽ കിട്ടും കേട്ടോ. നല്ല ഹീറ്റ് റെസിസ്റ്റൻസ് സാധനമാണിത്. അതവിടെ ഇരുന്ന് വറവട്ടെ, എന്താ ഇതിന് പറയുക, ഇങ്ങനെ വറക്കുന്നതിന് അതവിടെ ഇരുന്ന് വറക്കട്ടെ. ഓട്ടോ വരത്ത്. അപ്പോൾ അതവിടെ വറക്കാനിട്ട സമയത്ത് ഇവിടെ സവോള എനിക്ക് ഭയങ്കര കണ്ണിന് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. ഇതിനങ്ങ് കരഞ്ഞ് നിലവിളിക്കും ഞാൻ. അതുകൊണ്ട് ഇച്ചിരി നേരം വെള്ളത്തിലിട്ട് വെക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേനും അശ്വിനെ വിളിച്ച് നമുക്ക് അരിയാൻ കൊടുക്കാം, ഔട്ട്സോഴ്സ് ചെയ്യാം. അരിഞ്ഞോ? ചിലപ്പോൾ നല്ല മൂടൊക്കെ ഉണ്ടെങ്കിൽ അരിഞ്ഞു തരും കേട്ടോ. പക്ഷെ എൻ്റെ കണ്ണ് ഇത്രയും സെൻസിറ്റീവ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ആത്മനിർഭർ ഭാരത് അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് പക്ഷേ എന്താ വെച്ചാൽ അശ്വിൻ്റെ അടുത്ത് അരിയാൻ പറയുമ്പോൾ ഞാനിങ്ങനെ സ്ലൈസ് ആയിട്ട് വേണം, കുനുകുന വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും പുള്ളിക്ക് പറ്റില്ല. പുള്ളി ഞാൻ എങ്ങനെയും അരി തരും, അതുകൊണ്ട് അങ്ങ് തൃപ്തിപ്പെട്ടോളം. അതാണ് പ്രശ്നം. വേറെ കസ്റ്റമൈസേഷൻ ഒന്നും പറ്റില്ല. ജസ്റ്റ് അരിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അരിയ.
അപ്പോൾ അവിടെ സവാള വെള്ളത്തിൽ മുങ്ങി നീരാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ബാക്കി പാത്രങ്ങൾ കഴുകി വെക്കാം. ഞാൻ ഈ കുക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറ്റാവുന്ന പാത്രങ്ങളൊക്കെ കഴുകി വെക്കും. അല്ലാന്നുണ്ടെങ്കിൽ കുക്കിംഗ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഒരുപാട് പാത്രം നമുക്ക് കഴുകാനുണ്ടാവും. അപ്പോൾ തന്നെ നമുക്കുള്ള മൂഡ് നോക്കും. അപ്പോൾ ക്ലീൻ കുക്കിംഗ് ആണ് നടക്കുന്നത്. ക്ലീൻ ചെയ്തുകൊണ്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ക്ലീനിങ് തീരുന്ന സമയത്ത് നമ്മുടെ പാത്രങ്ങളും കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ കോളിഫ്ലവർ ഒരു വിധം റെഡി ആയിട്ടുണ്ട്. ഇത്രയൊക്കെ വന്നാൽ മതി. വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ വറുത്തത്. അപ്പോൾ ഓഫ് ചെയ്തിട്ട് അടുത്ത ബാച്ച് ഇടാനുണ്ട്. നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് അവരെ വിളിച്ചേക്കുന്നത്. അപ്പോഴത്തേനും അവരെത്തുമായിരിക്കും. സമയം നമുക്കിനിയുണ്ട്. ഇപ്പോൾ സമയം 1:30 ആയതേ ഉള്ളൂ. ഞാൻ പക്ഷേ ഇപ്പം തന്നെ ഞങ്ങൾ കുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർ വരാറാകുമ്പോൾ നമ്മളിങ്ങനെ കിടന്ന് തത്രപ്പെടേണ്ട കാര്യമില്ലല്ലോ. കുക്ക് ചെയ്ത് വേണമെങ്കിൽ കറികൾ വേണമെങ്കിൽ ചപ്പയും ഫ്രിഡ്ജിലോട്ട് കയറ്റും. ഓ എൻ്റെ കണ്ണിരുന്നേ ഇപ്പോൾ ആവശ്യം തന്നെ വിളിക്കേണ്ടി വരും. എനിക്ക് ഭയങ്കര കണ്ണ് സെൻസിറ്റീവ്. വെള്ളത്തിലിട്ടിട്ട് പോരും. ഇത് കണ്ട് ആരും ചിരിക്കണ്ട. എൻ്റെ വേറൊരു വർക്കറൗണ്ടാണ്. ഇത് വെച്ച് അരിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറേ കണ്ണ് അത്ര എരിയാറില്ല. ക്ലിയർ ഗ്ലാസ് അശ്വനാണെങ്കിൽ വേറൊരു പണിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്ലാസ് വെച്ച് അരിഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റും. ഇതിന് പല ഉപയോഗങ്ങളുണ്ട്. പിന്നെ ഈ കടുക് പൊട്ടിക്കാനും മുളക് പൊട്ടിക്കാനൊക്കെ പേടിയുള്ളവരാണെങ്കിൽ ഇതിട്ടൊക്കെ ചെയ്താൽ മതി. കണ്ണ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. എനിക്കിങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, എന്നോട് ആരെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്കങ്ങോട്ട് സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതെപ്പോഴും അങ്ങനെ പോസിബിൾ അല്ലല്ലോ. അപ്പോൾ ഞാനിപ്പോഴും ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ എന്തെങ്കിലും വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ അവരുടെ ബ്ലോഗ് അങ്ങ് എടുത്ത് വെച്ചിരിക്കും. അപ്പോൾ ഞാൻ കാണത്തില്ല, കേട്ടോട്ട് ഞാൻ കുക്ക് ചെയ്തോളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ഇവിടെ നിന്ന് കുക്ക് ചെയ്യുന്നു, പണിയെടുക്കുന്നു എന്നുള്ളൊരു ഇതും തോന്നത്തില്ല. നമ്മുടെ പണി നടക്കും, നമ്മളിങ്ങനെ എൻ്റർടൈൻ ആയിരിക്കും. പിന്നെ ഞാൻ പെട്ടെന്ന് കുക്ക് ചെയ്യും. ഞാൻ സ്പീഡിൽ കുക്ക് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് പിന്നെ ഒരു 1.5 മണിക്കൂർ അടുക്കളയിൽ നിന്നാൽ മതി. പക്ഷേ എന്നാലും ഇങ്ങനെ ചിലപ്പോൾ ഇതൊക്കെ കണ്ടോണ്ടിരിക്കും. ആരുടെയും വ്ളോഗ് ഇങ്ങനെ ഒത്തിരി വർത്താനം പറയുന്നവരുടെ വ്ളോഗാണ് ആ സമയത്ത് ഞാൻ കാണുക, കുക്ക് ചെയ്യുന്ന സമയത്ത്. കാരണം എനിക്ക് ആ സമയത്ത് ആരെങ്കിലും എന്നോട് വർത്താനം പറയുക, അതാണ് എൻ്റെ ആവശ്യം. പശുവിൻ്റെ അടുത്ത് വന്നിട്ട് ഇവിടെ വന്നിരുന്നു ഒത്തിരി നേരം വർത്താനം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കേസല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്നത്. പക്ഷെ അത് എനിക്ക് വർക്കാവാറുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പരിപാടികളെല്ലാം പാരലലി നടക്കുകയാണ്. സവാള അരിഞ്ഞു, ഞാനിപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം അരിഞ്ഞു. നമ്മൾ ഗോബി മഞ്ചൂരിയന് ക്യാപ്സിക്കം വേണമല്ലോ, അതരിഞ്ഞു. ഇനിയിപ്പോൾ ഒരു തക്കാളി അരിഞ്ഞാൽ നമ്മുടെ കറികളൊക്കെ ഉണ്ടാക്കി തുടങ്ങും. അപ്പോൾ ഇവിടെ നിന്ന് കുക്ക് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ച് ഐലൻഡ് കിച്ചനെ പറ്റിയാണ്, ഓപ്പൺ കിച്ചണിനെ പറ്റിയാണ്. ഞാൻ ഓസ്ട്രേലിയയിൽ ഞങ്ങൾ വന്ന പിന്നെയാണ് ഞാൻ ഓപ്പൺ കിച്ചണിൽ നമ്മൾ വർക്ക് ചെയ്തത്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ അടുക്കള എന്ന് പറഞ്ഞാൽ ആ കിച്ചൺ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് മുറി പോലെയല്ലേ. അപ്പോൾ ഇവിടെ കൂടുതലും പ്രത്യേകിച്ച് അപ്പാർട്ട്മെൻറ്റ്സും അല്ല വീടുകളിലും പുതിയതായി പണിയുന്ന എല്ലാ വീടുകളിലും തന്നെ ഓപ്പൺ കിച്ചണാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ആദ്യമൊക്കെ എനിക്ക് തോന്നി, അയ്യോ ഇതിപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ മണം വരുമല്ലോ, നമ്മളൊരു പാത്രം കഴുകിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ വൃത്തിയായി വെച്ചില്ലെങ്കിൽ അത് ഫ്രണ്ടിൽ തന്നെ കാണുമല്ലോ എന്നൊക്കെ ഒരു ഇതായിരുന്നു. പക്ഷെ അത് യൂസ് ചെയ്ത് വന്നപ്പോഴാണ് അതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ഗുണങ്ങൾ എനിക്ക് മനസ്സിലായത്. എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു വിഷമമുള്ള ആളാണ്. പക്ഷെ കുക്ക് ചെയ്യാൻ എനിക്ക് മടിയില്ല, എത്ര പേർക്കാണ് ഞാൻ കുക്ക് ചെയ്തോളും. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ആരെങ്കിലും എന്നോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും യൂട്യൂബിൽ കേട്ടുകൊണ്ടിരിക്കും, അങ്ങനെയൊക്കെ ഉള്ളൂ. എന്നെ ആരും അങ്ങനെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കൂടിപ്പോയി ഞാൻ അശ്വനെ ഒരു സവാള ഏരിയ വല്ലപ്പോഴും വിളിക്കും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ എൻഡ് ടു എൻഡ് ക്ലീനിങ് അടക്കം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അത് വലിയൊരു മേന്മയായിട്ട് പറയുന്നതല്ല, എല്ലാ വീട്ടിലും എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഓപ്പൺ കിച്ചൺ ആയപ്പോൾ ഈ തക്കാളി ചീത്തയായി, വേറെ തക്കാളി എടുക്കാം. അപ്പോൾ ഈ ഓപ്പൺ കിച്ചൺ ആയപ്പോൾ ഈ ഓപ്പൺ കിച്ചണിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര പേർക്ക് എത്ര നേരം ഇവിടെ നിന്ന് കുക്ക് ചെയ്താലും നമുക്കങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് കുക്ക് ചെയ്യുന്ന ഒരു ഫീൽ തോന്നാറില്ല. എനിക്കങ്ങനെ തോന്നാറില്ല. കാരണം അശ്വിൻ അവിടെ ഉണ്ടാവും, അശ്വിൻ അവിടെ നിന്ന് TV കാണുന്നുണ്ടാവും, അല്ലെ ഇതിലേക്ക് എന്തെങ്കിലും കാര്യത്തിലേക്ക് നടക്കുന്നുണ്ടാവും.
അപ്പം നമുക്കിങ്ങനെ എപ്പോഴും ഒരാളെ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു തോന്നും. അല്ല ഇനി പശുവിന് ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ടി വി ഇട്ടാൽ നമുക്ക് ടി വിയിലേക്ക് കേൾക്കാം. അപ്പം നമുക്കിങ്ങനെ ഒരു മുറിക്കകത്ത് നിന്ന് കുക്ക് ചെയ്യുമ്പോൾ എനിക്കങ്ങനെയാണ്, എല്ലാവർക്കും അങ്ങനെയാണെന്നല്ല പറയുന്നത്. അപ്പം എനിക്ക് അതുകൊണ്ട് ആ ഒറ്റയ്ക്ക് നിന്ന് കുക്ക് ചെയ്യുന്നത് ഒരു ഫീൽ ഇവിടെ വരാറില്ല. ഞാനത് ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കേണ്ട വരുമല്ലോ എന്ന് തോന്നുന്നത്. അത് നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കണ്ടേ. നമ്മളിങ്ങനെ ആയതുകൊണ്ട് നമ്മളെപ്പോഴും ക്ലീനാക്കി വെക്കും. അത് നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ മാക്സിമം പോയി ചിലപ്പോൾ നമ്മൾ മാത്രമുള്ളപ്പോൾ കുറച്ച് പാത്രം കഴുകാനുണ്ടാവും അങ്ങനെ. പക്ഷെ എന്നാലും അധികം ഉണ്ടാകുന്ന ഒരു ഡിഷ് വാഷറും ഉണ്ട്. അപ്പോൾ നമ്മൾ അതിലോട്ട് വിടും. പക്ഷെ പൊതുവേ നമ്മൾ കിച്ചൺ എപ്പോഴും നല്ല വൃത്തിയാക്കി സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കും. കാരണം ഇത് ഓപ്പൺ കിച്ചണാണല്ലോ. അപ്പോൾ വീടിൻ്റെ ഒരു മെയിൻ പാർട്ടായിട്ട് തന്നെയാണ് ഇത് നമ്മൾ. അപ്പോൾ ഈ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഐലൻഡ് ടേബിളിൽ ഒന്നും ഉണ്ടാവില്ല ആക്ച്വലി. ഇതൊക്കെ പോകും. ഇതെല്ലാം നമ്മുടെ സ്റ്റോറേജിനകത്ത് പോകാൻ പറ്റും. ഇതെല്ലാം അതിനുള്ള സ്പേസസ് ഉണ്ട്, നല്ല സ്റ്റോറേജ് ഉണ്ട്. കുക്കിംഗ് കഴിഞ്ഞ് ഇവിടെ യൂഷ്വലി ഞങ്ങൾ രണ്ടുപേരും മാത്രമാണെങ്കിലും ഈ ഒരു ടേബിൾ എപ്പോഴും ഒഴിച്ചായിരിക്കും ഇട്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് മുറിക്ക് ഈ ഒരു വീടിന് അല്ലെങ്കിൽ മുറിക്ക് ഇച്ചിരി വലിപ്പം തോന്നും. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര ബിസി ആയിട്ട് തോന്നുമല്ലോ. അപ്പം അതൊക്കെയാണ് ഈ ഓപ്പൺ കിച്ചണിൻ്റെ ഗുണങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇനി ആരെങ്കിലും നാട്ടിലാണെങ്കിലൊക്കെ ആണെങ്കിൽ ഓപ്പൺ കിച്ചൺ എടുക്കാനൊരു മടി തോന്നുന്നവരൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്ന വലിയ ബുദ്ധിമുട്ടുണ്ടാകാൻ ചാൻസ് ഇല്ല. നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ കുക്കിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാം അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് കോളിഫ്ലവർ വറുത്തത് ഇച്ചിരി ഭാഗം കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളെടുത്ത് കളയണം. നമുക്ക് ഒരുമിച്ച് പാരലലി 2 അടുപ്പിലായിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം പെട്ടെന്ന്. ഇതിപ്പോൾ ഒരു റോസ്റ്റ് പരുവത്തിലാണ്. പക്ഷെ ഇച്ചിരിയും കൂടെ നമുക്കൊന്ന് നീട്ടണം. പിന്നെ അതാ ഗോബി മഞ്ചൂരിയൻ ഒരു ഇതായിട്ടുണ്ട്. അതും എടുക്കാറാകുമ്പോഴത്തേനും ഇച്ചിരിയും കൂടെ ഒന്ന് നീട്ടണം. അപ്പോൾ പരി ഇവിടെ നിന്ന് വേവട്ടെ. ചോറ് കറക്റ്റ് വേവായിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് വാർത്തെടുക്കാം. അപ്പം ഇപ്പം മേജർ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് ഇതൊന്ന് സ്റ്റൗ ഒന്ന് നമുക്ക് വൃത്തിയാക്കി വെച്ചേക്കാം. ഇനി നമുക്ക് അധികം വലിയ പണികളൊന്നുമില്ല. സമയം ഇപ്പോൾ 3:45 ആയതേ ഉള്ളൂ. നമ്മൾ കുക്കിംഗ് ഒക്കെ ഒരുവിധം കഴിഞ്ഞു. അവരൊരു 6 മണിയൊക്കെ ആകുമ്പോഴേ വരുള്ളൂ. ഇനിയുണ്ട് സമയമുണ്ട്. കറികൾ 2 ആക്കി. പിന്നെ ഫ്രൈഡ് റൈസിനുള്ള റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ വരുന്നതിൻ്റെ 1/2 മണിക്കൂർ മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് ഫ്രൈഡ് റൈസ് ആക്കി എടുക്കണം. അത്രേ ഉള്ളൂ. അതൊരു 15 മിനിറ്റിൻ്റെ പരിപാടിയല്ലേ ഉള്ളൂ. കാരണം വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞിരിക്കുക. അപ്പോൾ പിന്നെ അതിന് വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ കറികൾ ഒന്ന് ചിലപ്പോൾ നീട്ടേണ്ടി വരും. എന്നാലും അത് ഈ ഫ്രൈഡ് റൈസ് ചെയ്യുന്ന കൂട്ടത്തിൽ എനിക്ക് ലാസ്റ്റത്തെ ഒരു 1/2 മണിക്കൂർ അവർ വരുന്നതിന് മുന്നേ 1/2 മണിക്കൂറിൻ്റെ പരിപാടിയൊന്നുമില്ല. പക്ഷെ ബാക്കി എല്ലാം കഴിഞ്ഞു. കുക്കിങ്ങും കഴിഞ്ഞു, അടുക്കള ക്ലീനിങ്ങും കഴിഞ്ഞു. ക്ലീനിങ് ഇടയ്ക്കിടയ്ക്ക് പാത്രങ്ങൾ വരുമ്പോൾ അപ്പം തന്നെ ഞാൻ പാരലി കഴുകുന്നതുകൊണ്ട് അതിൻ്റെ ടെൻഷൻ ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വലിയ ചെറിയ ഡിന്നറാണ്. അങ്ങനെ വലിയ വിഭവങ്ങളൊന്നും ഉള്ള ഡിന്നറൊന്നും അല്ല. പക്ഷെ എന്നാലും പ്ലാൻ ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് വലിയ പെപ്പറാടവും തത്രപ്പാടവും ഒന്നും ഇല്ലാണ്ട് ഈസി ആയിട്ട് എൻജോയ് ചെയ്ത് കുക്കിംഗ് എൻജോയ് ചെയ്തു നമ്മുടെ പരിപാടികളെല്ലാം വലിയൊരു തലവേദനയായിട്ട് നമുക്ക് തോന്നില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. ഒരു വരാറായി. ഇപ്പോൾ ഒരു 5:30 കഴിഞ്ഞു. പണികളെല്ലാം കഴിഞ്ഞു. അടുക്കളയെല്ലാം ക്ലീനാക്കി ഞാൻ കാണിച്ചു തരാം. അവർ വരുമ്പോൾ ചായ വെക്കാനുള്ള ഇത് മാത്രം വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ചിക്കൻ കറി, ഗോബി മഞ്ചൂരിയൻ, ഫ്രൈഡ് റൈസ്, പിന്നെ ഫ്രിഡ്ജിൽ നമ്മുടെ ഡെസേർട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. ഒരു ഗസ്റ്റ് വരുന്നതിന് മുന്നുള്ള ഒരു കുഞ്ഞ് കുക്കിങ്ങും പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.